നമ്മുടെ രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിയായ ഈ ജഗ്ദീപ് ധൻഖർ ഇക്കഴിഞ്ഞ ആഴ്ച രാജിവെച്ച വിവരം നിങ്ങൾ എത്ര പേർ അറിഞ്ഞിട്ടുണ്ട്? അദ്ദേഹത്തിന് ഇതുവരെ അദ്ദേഹത്തിന്റെ ഓഫീസോ രാഷ്ട്രപതിയോ അല്ലെങ്കിൽ സർക്കാരോ ഒരു യോഗ്യമായ യാത്രയയപ്പ് പോലും നൽകിയിട്ടില്ല. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹത്തിന്റെ രാജിയെങ്കിലും അതിനു പിന്നിലെ വിവാദങ്ങൾക്ക് ചില കാരണമുണ്ട്. ഒന്നാമത്തേത് പ്രധാനമന്ത്രി പങ്കുവച്ച അദ്ദേഹത്തിനുള്ള യാത്രയയപ്പ് കുറിപ്പാണ്. അതാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതിൽ പ്രധാനമന്ത്രി പറയുന്നത് ജഗ്ദീപ് ധൻഖറിന് രാജ്യത്തെ സേവിക്കാൻ വൈസ് പ്രസിഡന്റ് പദവി ഉൾപ്പെടെ നിരവധി അവസരങ്ങൾ ലഭിച്ചുവെന്നും അദ്ദേഹത്തിന് നല്ല ആരോഗ്യം നേരുന്നു എന്നും മാത്രമാണ്. അദ്ദേഹത്തെ ഒരു വാക്കുകൊണ്ട് പുകഴ്ത്താനോ അദ്ദേഹത്തിൻ്റെ ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ ഗവർണർ എന്നീ നിലകളിലുള്ള സേവനങ്ങളെ ഒന്ന് പ്രകീർത്തിക്കാനോ പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് ഈ യാത്രയയപ്പ് കുറിപ്പിനെ വിവാദമാക്കുന്നത്. ഈ യാത്രയയപ്പ് കുറിപ്പിന് മണിക്കൂറുകൾക്ക് മുമ്പ് പ്രധാനമന്ത്രി പങ്കുവച്ച അജിത് പവാറിനും ദേവേന്ദ്ര ഫഡ്നവിസിനുമുള്ള പിറന്നാൾ ആശംസകളാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഈ പിറന്നാൾ ആശംസകളിൽ ഒന്നിലേറെ തവണ ഇരു നേതാക്കളെയും മോദി പുകഴ്ത്തുന്നു. അതേ മോദിയാണ് ഉപരാഷ്ട്രപതി പദവിയിൽ നിന്നും രാജിവെക്കുന്ന ഈ ജഗ്ദീപ് ധൻഖറിന് ഒരു നല്ല യാത്രയയപ്പ് കുറിപ്പ് പോലും പങ്കുവയ്ക്കാത്തത്. ഇതിനിടെ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച പാർലമെന്റിൽ JP നഡ്ഡ പറഞ്ഞ ചില വാക്കുകൾ ജഗ്ദീപ് ധൻഖറിനെ വല്ലാതെ മുറിവേൽപ്പിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം രാജ്യസഭയിൽ ഒരു വ്യക്തി പറയുന്നത് റെക്കോർഡിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പറയേണ്ടത് രാജ്യസഭയുടെ നാഥനായ ഈ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ആയിരുന്നു. പക്ഷേ ആ പറയേണ്ട വാചകങ്ങൾ JP നഡ്ഡ പാർലമെന്റിൽ സ്വയം അങ്ങ് പറഞ്ഞത് ജഗ്ദീപ് ധൻഖറിന് പ്രതിപക്ഷത്തിന്റെ മുൻപിൽ വലിയ അപമാനമായി മാറുകയുണ്ടായി. നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുവരാം. But I would like to tell you, अरे गुस्सा मत करो भैया, अरे गुस्सा मत करो. Nothing will go on record. Whatever I'll say, that will go on record. You should know. तो मैं ये बता रहा हूँ कि सभापति जी श्रमिक भट्टाचार्य ने on our own. ഈ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പറയേണ്ട ഡയലോഗാണ് പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം JP നഡ്ഡ കയറി അങ്ങ് പറഞ്ഞത്. ഇത് മാത്രമല്ല, ഇതിനുശേഷം അതേ ദിവസം വൈകുന്നേരം നടന്ന രാജ്യസഭയുടെ തന്ത്രപ്രധാനമായ യോഗത്തിൽ ഭരണകക്ഷിയുടെ നേതാവായ JP നഡ്ഡയോ കേന്ദ്ര നിയമമന്ത്രിയായ കിരൺ റിജിജുവോ പങ്കെടുക്കാതിരുന്നതും ഇദ്ദേഹത്തിന്റെ രാജിയിലേക്ക് നയിച്ച കാര്യങ്ങളിലൊന്നാണ്. പക്ഷേ അതിനേക്കാളൊക്കെ മുകളിൽ അദ്ദേഹം ഉപരാഷ്ട്രപതി എന്ന നിലയിൽ എടുത്ത ഏറ്റവും അവസാനത്തെ തന്ത്രപ്രധാനമായ തീരുമാനമാണ് BJP നേതാക്കൾക്കും പ്രധാനമന്ത്രിക്കുമൊക്കെ അദ്ദേഹത്തെ അപ്രിയനാക്കി മാറ്റിയത്. അത് ഡൽഹി ഹൈക്കോർട്ടിലെ ജസ്റ്റിസ് ആയിരുന്ന യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ ഫയർഫോഴ്സ് അംഗങ്ങൾ തീ അണയ്ക്കാനെത്തിയപ്പോൾ കത്തിക്കരിഞ്ഞ നിലയിൽ നോട്ട് കെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ അദ്ദേഹത്തെ ഈമ്പിച്ച് ചെയ്യാനുള്ള പ്രതിപക്ഷ MP-മാരുടെ ആവശ്യം ഇദ്ദേഹം ഉപരാഷ്ട്രപതി അംഗീകരിച്ച തീരുമാനം തന്നെയാണ്. ആ തീരുമാനം BJPയെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. കാരണം യശ്വന്ത് വർമ്മയെ സംരക്ഷിക്കേണ്ടത് BJPയുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ യശ്വന്ത് വർമ്മയ്ക്കെതിരായ പ്രതിപക്ഷ നീക്കത്തിന് ഉപരാഷ്ട്രപതി കൂട്ടുനിന്നു എന്നത് അദ്ദേഹത്തെ പ്രധാനമന്ത്രിക്കും BJPക്കും അപ്രിയനാക്കി മാറ്റി. അതുകൊണ്ട് തന്നെയാണ് ഒരു നല്ല യാത്രയയപ്പ് പോലും ലഭിക്കാതെ അദ്ദേഹം ഇപ്പോൾ പടിയിറങ്ങുന്നത്. എന്തായാലും BJPയെ സേവിക്കുന്നവർക്കുള്ള അവസ്ഥ ഇതുതന്നെയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ജയ് ഭീം, ജയ് ഹിന്ദ്.